ധീവരസഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വത്സലൻ ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. അഖില കേരള ധീവരസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വത്സലൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭകളിലും പാർലമെന്റുകളിലുമൊക്കെ അത്തരം സമുദായ സംഘടനകൾക്ക് ആവശ്യമായ പിൻബലം നൽകാൻ വേണ്ടിയുള്ള ജനപ്രതിനിധികൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ജനപ്രതിനിധികൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അസംഘടിതരായി ജീവിച്ചു പോയത്. ഒരുപക്ഷെ 75-ലാണോ നമ്മൾ ജനിച്ചതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മൾ ജീവിച്ചു. നമ്മുടെ മേഖലകളിൽ നമ്മൾ പലപ്പോഴും ഊറ്റം കൊള്ളുന്ന കുറേ ആളുകളുണ്ട്. വേലിക്കുട്ടിയാരെ, ഡോക്ടർ വേലിക്കുട്ടിയാരെ, ഉൽക്കൽശ്ശേരി ശങ്കരനരെ, ലാൽ ബഹദൂർ ഗോവിന്ദനരെ, എം വി പുതുമണ്ഡൽ എന്നൊക്കെ പറയുന്ന കുറേ അധികം ആളുകളെ നമ്മൾ ശ്രമിച്ച അത്തരം ആളുകൾ ഒരു കാലത്ത് ജീവിച്ചത്. ഈ ഭാസ്കരൻ XMLA. പക്ഷേ അവർക്ക് ആർക്കും ഒരു സംഘടന രൂപീകരിക്കുവാൻ, ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ആ സംഘടനയുടെ സമൂഹത്തിന്റെ സമുദായത്തിന് താല്പര്യം സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക്, ഒരു സംഘടനാ ശക്തിയോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സംസ്ഥാന ദേവസ്വം സമിതി കൺവീനർ ജെ വിശ്വംഭരൻ മുഖ്യപ്രഭാഷണം നടത്തി. ധീവരസഭ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് കാവൽ ബേബി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി വി ദിനകരൻ, കൊല്ലം ജില്ലാ സെക്രട്ടറി വി പ്രിയകുമാർ എന്നിവർ പങ്കെടുത്തു. ആര് ഭരിച്ചാലും ഭരിക്കുന്നവരോടല്ലേ കാര്യം പറയാൻ പറ്റി. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫയൽ കിടക്കുന്നത് 1986 മുതൽ നമ്മൾ ഇതിന് പിന്നാലെ നടക്കുക. എത്ര വർഷമായി? 40 വർഷമായി. അതിനൊരു പരിഹാരം ഉണ്ടാകും. തലമുറയായിട്ട് മുദ്രാവാക്യം വിളിച്ച് കൂട്ടുകയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിയത്. കഴിഞ്ഞ സർക്കാരാണെങ്കിൽ അത് റിട്ടാർഡ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ള ശുപാർശ റദ്ദ് ചെയ്തു. അത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം വന്നപ്പോൾ ആ ശുപാർശകൾ റദ്ദ് ചെയ്തു. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രധാനമന്ത്രി ക്ഷണിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോഴത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷം അതിൽ ഇവിടെ മാന്യമായ ഒരു സമീപനമാണ് നമ്മൾ നടത്തുന്നത്. മുമ്പുള്ള എല്ലാ നേതാക്കന്മാരും നമ്മൾ നിവേദനം കൊടുത്തിട്ടുള്ളവരെ അവരെ അത്ര ആത്മാർത്ഥത കാണിച്ചില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.